നമസ്കാരം. ജാതക കഥകളിലെ 57-ാമത്തെ കഥ കടിച്ചതുമില്ല പിടിച്ചതുമില്ല. തക്ഷശിലയിലെ പ്രസിദ്ധനായ ആചാര്യൻ്റെ അടുത്ത് ഒരു യുവാവ് വിദ്യാഭ്യാസത്തിനെത്തി. അതിസമർത്ഥനായിരുന്നു അയാൾ. കുറച്ചു കാലം കൊണ്ട് എല്ലാ വിദ്യകളും വശത്താക്കി. ആയുധാഭ്യാസത്തിലും മികവ് നേടി. ശിഷ്യൻ്റെ മിടുക്കിൽ ഗുരുവിന് അതിയായ സന്തോഷം തോന്നി. അദ്ദേഹം സ്വന്തം മകളെ തന്നെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹത്തിന് ശേഷം അയാൾ ഭാര്യയെയും കൂട്ടി സ്വന്തം നാട്ടിലേക്ക് യാത്രയായി. വലിയൊരു കാട്ടിലൂടെയാണ് വഴി. കാട്ടിലൂടെയുള്ള യാത്ര അപകടം പിടിച്ചതാണെന്ന് വഴിയിൽ കണ്ടവരെല്ലാം അയാളോട് പറഞ്ഞു. പക്ഷേ ധീരനായ അയാൾ അതൊന്നും വകവെച്ചില്ല. കാട്ടിൽ കൂടി അവർ യാത്ര തുടർന്നു. കുറേ ദൂരം ചെന്നപ്പോൾ ഒരു ഒറ്റയാൻ ചിഹ്നം വിളിച്ചുകൊണ്ട് എതിരെ ഓടി വന്നു. അയാൾ പെട്ടെന്ന് ഒരമ്പെടുത്ത് ആനയുടെ നെറ്റിക്ക് നേരെ തൊടുത്തു. അമ്പ് ആനയുടെ മസ്തിഷ്കത്തിൽ കടന്ന് പുറകിൽ കൂടി പുറത്തേക്ക് പോയി. അതോടെ ആന ചരിഞ്ഞു. അവർ വീണ്ടും മുന്നോട്ടു പോയി. കുറച്ചു ദൂരം ചെന്നപ്പോൾ വഴിയരികിൽ കൊള്ളസംഘം. 50 പേരുണ്ട്. അവർ മാനിറച്ചി ചുട്ടു തിന്നുകയാണ്. ഒരുത്തൻ ധാരാളം ആഭരണങ്ങളുള്ള ഒരു സുന്ദരി പെണ്ണുമായി വരുന്നത് കണ്ട കൊള്ളക്കാർ അവനെ കൊന്ന് പെണ്ണിനെ വശത്താക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ആ യുവാവിനെ കണ്ടപ്പോഴേ അയാളൊരു ധീരനും കുലീനനുമാണെന്ന് കൊള്ളത്തലവന് മനസ്സിലായി. അതുകൊണ്ട് അയാൾ അത് സമ്മതിച്ചില്ല. കൊള്ളക്കാർ മാനിറച്ചി തിന്നുന്നത് കണ്ട യുവാവ് ഭാര്യയോട് പറഞ്ഞു, "നീ അവരോട് കുറച്ച് ഇറച്ചി വാങ്ങിക്കൊണ്ടുവരൂ." അവൾ കൊള്ളത്തലവൻ്റെ അടുത്ത് ചെന്ന് ഇറച്ചി ചോദിച്ചു. കൊള്ളത്തലവന് ആ യുവാവിനോട് ഉള്ളിൽ ബഹുമാനം തോന്നിയിരുന്നു. അതുകൊണ്ട് അവർക്ക് കുറച്ച് ഇറച്ചി കൊടുക്കാൻ അയാൾ സഹായികളോട് പറഞ്ഞു. പക്ഷെ അവർക്കതിഷ്ടമായില്ല. അതുകൊണ്ട് അവർ കുറച്ച് പച്ച ഇറച്ചി കൊടുത്തു. അതുമായി അവൾ ഭർത്താവിൻ്റെ അടുത്തെത്തി. അതുകണ്ട് യുവാവ് ക്രുദ്ധനായി. അയാൾ കൊള്ളക്കാരുമായി ഏറ്റുമുട്ടി. നിമിഷങ്ങൾക്കകം കൊള്ളത്തലവൻ ഒഴിച്ചുള്ളവരെയെല്ലാം അയാൾ അമ്പെയ്ത് വീഴ്ത്തി. അപ്പോഴേക്കും ആവനാഴിയിൽ അമ്പൊഴിഞ്ഞു. അയാൾ കൊള്ളത്തലവനുമായി നേരിട്ട് ഏറ്റുമുട്ടി. കൊള്ളത്തലവനെ കീഴ്പ്പെടുത്തി. എന്നിട്ട് വാളെടുത്തു കൊടുക്കാൻ ഭാര്യയോട് ആവശ്യപ്പെട്ടു. ഇതിനിടെ കൊള്ളത്തലവൻ്റെ ശരീരഭംഗി കണ്ട് അവൾക്ക് അയാളോട് ഇഷ്ടം തോന്നി. അവൾ ഒരു സൂത്രം ഒപ്പിച്ചു. വാളുറ ഭർത്താവിൻ്റെ കയ്യിലും വാൾ കൊള്ളത്തലവൻ്റെ കയ്യിലും കൊടുത്തു. അയാൾ ഒറ്റവെട്ടിന് അവളുടെ ഭർത്താവിൻ്റെ തല തെറിപ്പിച്ചു. പിന്നെ അവളെയും കൂട്ടി കൊള്ളത്തലവൻ കാട്ടിലൂടെ മുന്നോട്ടു പോയി. നടക്കുന്നതിനിടയിൽ അയാൾ അവളോട് ചോദിച്ചു, "സുന്ദരി, നീ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ." "ഞാൻ തക്ഷശിലയിലെ ആചാര്യൻ്റെ മകളാണ്." "നീ എങ്ങനെ ഇവൻ്റെ ഭാര്യയായി?" "അയാളുടെ മിടുക്ക് കണ്ട് അച്ഛൻ എന്നെ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തതാണ്." അത് കേട്ടപ്പോൾ കൊള്ളത്തലവൻ വിചാരിച്ചു, എന്നെ കണ്ടപ്പോൾ സ്വന്തം ഭർത്താവിനെ കൊന്നവളാണ് ഇവൾ. ഇനി മറ്റൊരുത്തനെ കണ്ടാൽ ഇവൾ എന്നെ കൊല്ലില്ലെന്ന് ആരറിഞ്ഞു? അതുകൊണ്ട് ഇവളെ ഉപേക്ഷിക്കണം. അവർ ഓരോ വർത്തമാനം പറഞ്ഞുകൊണ്ട് കുറേ ദൂരം മുന്നോട്ട് പോയി. അങ്ങനെ നടന്ന് അവരൊരു കാട്ടരുവിയുടെ മുമ്പിലെത്തി. നല്ല ആഴവും ഒഴുക്കും. അത് കണ്ടപ്പോൾ കൊള്ളത്തലവൻ അവളോട് പറഞ്ഞു, "പ്രിയേ, ഈ അരുവിൽ മനുഷ്യരെ തിന്നുന്ന ഒരു മുതലയുണ്ട്. നാം എങ്ങനെ അക്കരെ കടക്കും?" അതിന് അവളൊരു വഴി പറഞ്ഞു. "നിങ്ങളൊരു കാര്യം ചെയ്യൂ. എൻ്റെ ആഭരണങ്ങളെല്ലാം പൊതിഞ്ഞെടുത്ത് അക്കരെ കൊണ്ടുപോയി വയ്ക്കൂ. പിന്നെ തിരിച്ചു വന്ന് എന്നെയും അക്കരെ കടത്തൂ." "ശരി, അങ്ങനെ ആകട്ടെ." അയാൾ സമ്മതിച്ചു. അവളുടെ ആഭരണങ്ങളും പൊതിഞ്ഞെടുത്തുകൊണ്ട് അയാൾ അരുവിയിലേക്കിറങ്ങി അക്കരെ കടന്നു. പിന്നെ തിരിഞ്ഞു നോക്കാതെ നടന്നു. അവൾ അത് കണ്ട് നിലവിളിക്കാൻ തുടങ്ങി. "അയ്യോ, നിങ്ങളെന്നെ ഉപേക്ഷിക്കുകയാണോ? എന്നെ കൂടി കൊണ്ടുപോകണേ." അത് കേട്ട് അക്കരെ നിന്ന് അയാൾ വിളിച്ചു പറഞ്ഞു, "വിവാഹം കഴിച്ച് ഇത്ര നാളും കൂടെ കഴിഞ്ഞ ഭർത്താവിനെ കൊല്ലിച്ചവളല്ലേ നീ? ഇനി എന്നെയും നീ അങ്ങനെ ചെയ്യില്ലെന്ന് ആരറിഞ്ഞു? അതുകൊണ്ട് ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു. നീ അവിടെ ഇരുന്നോ." പിന്നെ അയാൾ നടന്നു മറഞ്ഞു. ഈ കാലത്ത് ബോധിസത്വൻ ദേവന്മാരുടെ രാജാവായ ശക്രനായി സ്വർഗത്തിൽ കഴിയുകയാണ്. അദ്ദേഹം തൻ്റെ സഹായികളായ മാതലിയെയും പഞ്ചശിഖനെയും വിളിച്ച് ആ സ്ത്രീ ഇരുന്ന് കരയുന്നത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, "ആ സ്ത്രീയെ കണ്ടില്ലേ? അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ നമുക്കുടനെ ആ അരുവിയുടെ കരയിലേക്ക് പോകണം. അതിനുവേണ്ടി മാതലി, നീ ഒരു മീനാകണം. പഞ്ചശിഖൻ പരുന്തുമാകണം. ഞാൻ കുറുക്കനാകാം.
എന്നിട്ട് ശക്രൻ അവരോട് അരുവിയുടെ കരയിലെത്തിയാൽ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു. അടുത്ത നിമിഷം ശക്രൻ ഒരു കുറുക്കനായി അരുവിയുടെ കരയിലെത്തി, ഒരു കഷ്ണം ഇറച്ചിയും കടിച്ചു പിടിച്ചുകൊണ്ട്. അപ്പോൾ അരുവിയിൽ കിടന്ന് പുളച്ചിരുന്ന ഒരു മീൻ തീരത്തേക്ക് ചാടി വീണു. മീൻ കണ്ടപാടെ കുറുക്കൻ അതിനെ പിടിക്കാൻ ഇറച്ചിയും താഴെയിട്ട് കുതിച്ചു. ആ നിമിഷം പരുന്ത് വന്ന് ആ ഇറച്ചി കഷ്ണം റാഞ്ചിക്കൊണ്ടുപോയി. കുറുക്കൻ പിടിക്കുന്നതിന് മുമ്പേ മീൻ വെള്ളത്തിലേക്ക് തിരിച്ചു ചാടുകയും ചെയ്തു. കുറുക്കൻ ആകെ ഇളിഫ്യനായി. മീൻ കിട്ടിയില്ല, ഇറച്ചി പോവുകയും ചെയ്തു. ആ സ്ത്രീ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറുക്കൻ്റെ അവസ്ഥ കണ്ട് അവൾ പൊട്ടിച്ചിരിച്ചു. ചിരി കേട്ട് കുറുക്കൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവൾ പറഞ്ഞു, അത്യാഗ്രഹിക്ക, അതുമില്ല ഇതുമില്ല. അത് കേട്ട കുറുക്കൻ പറഞ്ഞു, നിനക്കിത് പറയാനുള്ള അർഹതയില്ല. വിവാഹം കഴിച്ച ഭർത്താവിനെ നീ കൊന്നു. അതുകൊണ്ട് തന്നെ കാമുകൻ നിന്നെ ഉപേക്ഷിച്ചു. ഇതിലും ഭേദമാണല്ലോ എൻ്റെ കാര്യം. കുറുക്കച്ച, നീ പറഞ്ഞത് സത്യം തന്നെ. അതുകൊണ്ട് ഞാനിനി മറ്റൊരു വിവാഹം കഴിച്ച് വിശ്വസ്തയായ ഭാര്യയായി ജീവിക്കും, അവൾ പറഞ്ഞു. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, നീയല്ലേ ആള്, ശീലിച്ചത് മാറുമോ? ഇനി വരാൻ പോകുന്ന ഭർത്താവിൻ്റെ ഗതി ഇവരുടേതിനേക്കാൾ കഷ്ടമായിരിക്കും, സംശയമില്ല. ഇത് കേട്ട് അവൾ വല്ലാതെ ലജ്ജിച്ചു. നന്ദി.